Hi dear friends, welcome back to Happy Life TV. ഒരു തവണ ഒരു രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7-8 വയസ്സ് പ്രായമുള്ള മകനെയും കൊണ്ട് വളരെ കിതച്ച് വല്ലാതെ പരിഭ്രമിച്ച ഒരവസ്ഥയിൽ കടന്നു വന്നുകൊണ്ട് ആ പിതാവ് പറഞ്ഞു, എൻ്റെ 7 വയസ്സുള്ള മകൻ 5 വയസ്സുള്ള എൻ്റെ മകളുടെ മുകളിൽ കിടന്ന് എന്തൊക്കെയോ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ഒരു 7-8 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിയാണ്. വസ്ത്രത്തിൻ്റെ മുകളിൽ തന്നെയാണ് കിടക്കുന്നത്, എന്നാലും ആ തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാതെ പേടിച്ച് പരിഭ്രമിച്ച അവസ്ഥയിലാണ് അദ്ദേഹം കടന്നു വന്നത്. അങ്ങനെ പിതാവിനെ മാറ്റി നിർത്തി ആ കുട്ടിയുമായി അവൻ്റെ കൂടെ ഒരു തമാശയും കളിയും ഒക്കെ പറഞ്ഞ് ചില കളികളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ സംസാരിച്ച് അവൻ്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത്, അവസാനം അവൻ പറഞ്ഞു, ഞാനത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു തമാശക്ക് വേണ്ടി ചെയ്തതാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ എവിടുന്നാണ് മോൻ ഇത് കണ്ടത്, അല്ലെങ്കിൽ മോൻ എവിടുന്നാണ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു തമാശയാണെന്ന് ആരാണ് മോനെ പഠിപ്പിച്ചു തന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഗ്യാലറിയിൽ ഞാനിങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്തൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ വസ്ത്രമൊന്നും ഇടാത്ത 2 പേര് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പിതാവിനോട് സംസാരിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, എൻ്റെ വാട്സപ്പിൽ ഞാൻ മെമ്പറായിട്ടുള്ള ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൽ വന്ന ഒരു വീഡിയോ ഞാൻ പോലും അത് കണ്ടിട്ടില്ലായിരുന്നു. കണ്ടാൽ ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു വീഡിയോ, ആ സെക്സ് വീഡിയോ ആണ് ഈ മോൻ കണ്ടിട്ട് അവനത് ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് പലപ്പോഴും രക്ഷിതാക്കളുടെ മൊബൈൽ ഫോൺസ് ഉള്ളത് ചെറിയ പിള്ളേരുടെ കയ്യിലാണ്. എത്രത്തോളം പ്രശ്നങ്ങളാണ് മൊബൈൽ ഫോൺസ്, വാട്സപ്പ് വഴിയാണെങ്കിലും അതുപോലെയുള്ള മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ഈ കുട്ടികൾ രക്ഷിതാക്കളുടെ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെത്തിപ്പെടുന്ന യൂട്യൂബിൽ കയറി വേണ്ടാത്ത പലതും കാണുന്ന കുട്ടികളെ കുറിച്ച് പലപ്പോഴും കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരാറുണ്ട്. മറ്റൊരു തവണ ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി ചെന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ അന്ന് സംഭവിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അന്ന് അവിടെ എന്തോ എക്സാം നടക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 2 മണിക്കൂറുള്ള എക്സാം 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർത്ത് ബാക്കി സമയം ഡെസ്കിന് മുകളിൽ തല വെച്ച് കിടന്നുറങ്ങുകയാണ്. അവസാനം അവനെ പിടിച്ച് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞത്, ഞാൻ ഇന്നലെ രാത്രി 2 മണി വരെ എൻ്റെ മാതാവിൻ്റെ ഫോണിൽ പലതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ ഗെയിം കളിക്കുകയായിരുന്നു, അങ്ങനെ ഉറങ്ങാൻ വളരെ വൈകിപ്പോയി. അപ്പോൾ ഫോൺ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് എൻ്റെ മാതാവ് ഉറങ്ങുന്ന സമയത്ത് തലയിണയുടെ താഴെയാണ് ഫോൺ വെക്കാറുള്ളത്, ഞാൻ മെല്ലെ വലിച്ചൂരി കൊണ്ടുപോയതാണ്, എൻ്റെ മാതാവ് അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മാതാപിതാക്കളുടെ ഫോൺ കാരണമായി മാത്രം അങ്ങനെ വഴിതെറ്റിയ കുട്ടികളുടെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക, നമ്മുടെ ഫോൺ കുട്ടികളുടെ കയ്യിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം കുട്ടികൾ ഫോൺ വിളിക്കേണ്ട അല്ലെങ്കിൽ ഫോണുമായി കളിക്കേണ്ട പ്രായമല്ല. അവർ അത് മാറ്റിവെച്ച് മറ്റുള്ള ക്രിയേറ്റീവായ, പഴയ കാലത്ത് കുട്ടികളൊക്കെ മണ്ണിൽ കളിച്ചിരുന്ന, തുമ്പിയെ പിടിച്ചിരുന്ന പ്രായത്തിലാണ് ഇന്ന് കുട്ടികൾ ഇങ്ങനെ തോണ്ടിക്കളിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ നാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞത്, നമ്മുടെ മൊബൈൽ ഫോൺസ് അവരുടെ കയ്യിലില്ല. അവരുടെ ബുദ്ധിയും അവരുടെ ചിന്താശേഷിയും അവരുടെ ഇമാജിനേഷനും ഒക്കെ വർദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന് നാം ഉറപ്പുവരുത്തുക. ഇനിയും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുക. അങ്ങനെ വളരെ ഹെൽത്തിയായ രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നാം തയ്യാറാവുക. നമുക്കതിന് സാധിക്കും. മറ്റ് വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.